ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വലിയ പണ്ഡിതനാണ്, മഹാനാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, ശക്തമായ ചൂടാണ്, വരൾച്ചയാണ്, കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്, തീറ്റയില്ലാതെ വെള്ളമില്ലാതെ കാലികൾ ചത്തൊടുങ്ങുന്നു, കൃഷികൾ ഉണങ്ങി നശിക്കുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിൻ്റെ പരാതി കേട്ടപ്പോൾ അതിന് പരിഹാരമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേട്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ദാരിദ്ര്യമാണ്, സാമ്പത്തിക പ്രയാസമാണ്, കടമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാസങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളെക്കുറിച്ചും ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോടും പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ല്, പാപമോചനം തേട്. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ ലി ഐ യർസുഖുനി വലദ, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി സന്താന ഭാഗ്യമില്ല, സന്താന ഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തോടും ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇസ്തഗ്ഫിരില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേട് എന്നാണ്. കുറേ കഴിഞ്ഞപ്പം മറ്റൊരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ പരാതി കൃഷിനാശത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കാർഷിക മേഖലയൊക്കെ വലിയ പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്, ദുആ ചെയ്യണം. അദ്ദേഹത്തോടും ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാപമോചനം തേടൂ, അത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. ആളുകളെല്ലാം പരാതിക്കാരെല്ലാം പോയതിനു ശേഷം തൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, 4 ആളുകൾ വ്യത്യസ്തങ്ങളായ പരാതികളുമായി താങ്കളെ അഭിമുഖീകരിച്ചപ്പോൾ താങ്കൾ എല്ലാവരോടും പാപമോചനം തേടൂ, പാപമോചനം തേടൂ എന്നാണല്ലോ പറഞ്ഞത്, എല്ലാവർക്കും ഒറ്റ മറുപടിയാണ് താങ്കൾ പറഞ്ഞത്, എന്താണെന്ന് ചോദിച്ചു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് നൂഹ് 10, 11, 12 ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. എന്താണ് ആയത്ത്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വഅൻഹാറ. എന്താ ഇതിൻ്റെ അർത്ഥം? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേട്, അള്ളാഹു ഏറെ പുറത്തു തരുന്നവരാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് പാപമോചനത്തിൻ്റെ ഫലങ്ങളാണ്, പാപമോചനത്തിൻ്റെ ഗുണങ്ങളാണ്. ഒന്ന്, ആകാശത്തിൽ നിന്നും മഴ സമൃദ്ധമായി അവൻ ചൊരിഞ്ഞു തരും, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അവൻ നിങ്ങളെ പോഷിപ്പിക്കും. നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കിത്തരും.